ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു മുട്ട റോസ്റ്റാണ്. വളരെ വേഗത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള എല്ലാം ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴന്നു വരണം. അതിലേക്ക് ഒരു തക്കാളി പഴുത്തതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരണം. അതിന് വേണ്ടി നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഗ്രേവി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നു. ഇതിലേക്ക് ഞാൻ 4 മുട്ടയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. 1 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട റോസ്റ്റ് റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.